Good afternoon. Now we are going to discuss types of technical writing. ടെക്നിക്കൽ റൈറ്റിംഗ് എന്ന് പറയുന്നതിന് ഈ ടൈപ്സ് എന്ന് പറയുന്നത് നോർമലി നമ്മൾ പറഞ്ഞ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ടായിരുന്നില്ലേ, ബ്രൗഷേഴ്സ്, ലബോറട്ടറി റിപ്പോർട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ ചെയ്തത് ആ സംഭവങ്ങളാണ്. പക്ഷെ അതിനൊന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു മൂന്നെണ്ണമായിട്ട് ഇങ്ങനെ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അണ്ടറിലേക്കാണ് ഈ ബ്രൗഷേഴ്സ്, പോസ്റ്റേഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നത്, യൂസർ മാനുവൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ ഏതായാലും അത് നോക്കാം. Different types of technical writing. Technical writing is writing done to educate, inform, or direct someone on how to do something. It is significantly different from other writing types like narrative writing, because technical writing is intended to impart some specific skill or ability. It's also often very detail oriented and involves writing within fields where advanced knowledge is required. Technical writing എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആൻഡ് ഡൺ ടു എഡ്യൂക്കേറ്റ്, ഇൻഫോം ഓർ ഡയറക്റ്റ് സം വൺ ഓൺ ഹൗ ടു ഡു സംതിങ്. ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ചില ആളുകളെ, അപ്പം അതിൻ്റെ ഓഡിയൻസ്, യൂസേഴ്സ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താവാം എംപ്ലോയീസ് ആവാം, അങ്ങനെയുള്ള പല ആളുകളാവാം, ഒരു ഇൻറ്റൻറ്റഡ് ഓഡിയൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഓഡിയൻസിലേക്ക് എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുന്നത്, ഹൗ ടു ഡു സംതിങ് എന്നുള്ളതിന് എഡ്യൂക്കേറ്റ് ചെയ്യുക, ഇൻഫോം ചെയ്യുക ആൻഡ് ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫങ്ഷൻസ്. അതായത് ടെക്നിക്കൽ റൈറ്റിങ്ങിൻ്റെ ഫങ്ഷൻസ് നമുക്ക് പറയാൻ പറ്റുക ടു എഡ്യൂക്കേറ്റ്, ടു ഇൻഫോം ഓർ ഡയറക്റ്റ് സം വൺ ഓൺ ഹൗ ടു ഡു സംതിങ്. സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം other writing types like narrative writing, and because technical writing is intended to impart some specific skill or ability. ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടെക്നിക്കൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള സ്കിൽസ് ആൻഡ് എബിലിറ്റി ഉണ്ടാവും അതിനകത്ത് എന്നുള്ളതാണ്. അതെന്തിനാണ്? ഇപ്പോൾ ഓരോ നമ്മൾ യൂസർ മാനുവൽസ് ആണെങ്കിലും, അല്ലെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റ്സ് ഒക്കെ എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫീ എങ്ങനെ അടയ്ക്കാം, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് എങ്ങനെ അപ്ലൈ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ടെക്നിക്കൽ റൈറ്റിംഗ് എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ഓൾസോ ഓഫൻ വെരി ഡീറ്റെയിൽ ഓറിയൻറ്റഡ് ആൻഡ് ഇൻവോൾവ്സ് റൈറ്റിംഗ് വിത്തിൻ ഫീൽഡ്സ് വേർ അഡ്വാൻസ്ഡ് നോളജ് ഇസ് റിക്വയർ. അതുപോലെ തന്നെ എന്താണ്, ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ഓറിയൻറ്റഡ് ആയിരിക്കും. അതേപോലെ തന്നെ ഏത് ഫീൽഡിനകത്തേക്കാണോ ഇത് വരുന്നത്, ഇപ്പോൾ ചിലപ്പോൾ മെഡിക്കൽ ഫീൽഡിലുള്ള കാര്യങ്ങളാവാം, അതല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് ആവാം, അല്ലെങ്കിൽ ഹാർഡ്വെയർ ആവാം, എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് ആവാം, അങ്ങനെയുള്ളതൊക്കെ ആവാം. അപ്പോൾ ആ ഏതാണോ അതിൻ്റെ ഏരിയ, അവിടെയുള്ള എന്താണ് അഡ്വാൻസ്ഡ് നോളജ് ഇസ് റിക്വയർഡ്. ആ ഒരു ഏരിയയ്ക്ക് അകത്തുള്ള വെൽ ആയിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളത്. അതായത് അത്രയും നോളജ് ഇതിനകത്ത് ഈ എഴുതുന്ന ആൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള നല്ല ധാരണ വേണം. ഈ ടെക്നിക്കൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്, ടെക്നിക്കൽ റൈറ്റേഴ്സ് എന്ന് പറയുന്നവർ കുറേ ടെക്നിക്കൽ ടേംസ് ആണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്താണ്, സാധാരണ ഓഡിയൻസിലേക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ ടെക്നിക്കൽ ടേംസിനെ അല്ലെങ്കിൽ ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻസിനെ മാറ്റിയിട്ട് കോമൺ മാനിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു ടെക്നിക്കൽ റൈറ്റേഴ്സിൻ്റെ ഭയങ്കരമായിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത്. Technical writing assignments normally take one of the three forms: end user documentation, traditional technical writing, and technical marketing communications. We can divide technical writing into three forms: end user documentation, traditional technical writing, and technical marketing communication. ഈ ട്രഡീഷണൽ ടെക്നിക്കൽ റൈറ്റിംഗ് ആണ് നമ്മുടെ ലബോറട്ടറി റിപ്പോർട്ട്സ്, അതേപോലെ മാനുവൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് നോർമലി പണ്ട് മുതലേ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെ കിട്ടുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. ദെൻ നമുക്ക് എന്തൊക്കെയാണ് ഈ മൂന്നെണ്ണത്തിനെ കുറിച്ചിട്ടും നോക്കാം. End user documentation. End user documentation provides instructions for the end user of a given product. These instructions need to be easily understood by a non-technical reader but still require technical expertise. എൻഡ് യൂസർ ഡോക്യുമെൻറ്റേഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ അതിനകത്ത് ആ പ്രൊഡക്റ്റിൻ്റെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാകും, ഇൻസ്ട്രക്ഷൻസ്, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ, ഇതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയുള്ള കാര്യങ്ങൾ. ഇൻസ്ട്രക്ഷൻ നീഡ് ടു ബി ഈസിലി അണ്ടർസ്റ്റുഡ് ബൈ എ നോൺ ടെക്നിക്കൽ റീഡർ ബട്ട് സ്റ്റിൽ റിക്വയർ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ്. ഈ ഒരു എൻഡ് യൂസർ ഡോക്യുമെൻറ്റേഷനകത്ത്
എന്തുണ്ടാവും, ഇത് നമ്മുടെ കോമൺ മാൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ ടെക്നിക്കൽ റീഡറിന് മനസ്സിലാവുന്ന രീതിയിലാണ് ഇത് നമ്മൾ സ്ട്രക്ചർ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ എന്താണ്, പക്ഷെ ഇതൊരു ടെക്നിക്കൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാണ് ഇത് ചെയ്യുക, അല്ലെങ്കിൽ ടെക്നിക്കൽ എക്സ്പേർട്ട് ആയിരിക്കണം ഇത് എഴുതുന്ന ആളുകൾ. കാരണം അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റണം. പക്ഷെ ഇത് വായിക്കുന്ന ആൾ എന്തായിരിക്കണം, ഈ ഒരു ടേംസും കാര്യങ്ങളൊന്നും അറിയാത്ത ആളായിരിക്കും. അപ്പോൾ അവർക്ക് അറിയാവുന്ന രീതിയിൽ, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിൾ ലാംഗ്വേജിലായിരിക്കണം നമ്മളിത് പ്രൊവൈഡ് ചെയ്യേണ്ടത്. See a few examples of different technical writing, examples of end user documentation. അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. എൻഡ് യൂസർ ഡോക്യുമെൻറ്റേഷൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് ടെക്നിക്കൽ റൈറ്റിങ്സ് ആണ്. യൂസർ മാനുവൽ, എ യൂസർ മാനുവൽ ദാറ്റ് അക്കമ്പനീസ് എ സെൽ ഫോൺ ഓർ എനിത്തിങ്, ഏതെങ്കിലും ഒരു സംഭവം വെച്ചിട്ട്, ഓക്കെ, ഏതെങ്കിലും ഒരു ഐറ്റം നമ്മൾ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന യൂസർ മാനുവൽ. ആൻഡ് എ യൂസർ മാനുവൽ ടീച്ചിങ് ഹോം കമ്പ്യൂട്ടർ യൂസേഴ്സ് ഹൗ ടു സെറ്റപ്പ് എ ബേസിക് ഹോം നെറ്റ്വർക്കിംഗ് സിസ്റ്റം. പിന്നീട് എന്താണ്, ഒരു കമ്പ്യൂട്ടർ യൂസേഴ്സിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു ബേസിക് നെറ്റ്വർക്കിംഗ് സിസ്റ്റം കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് സെറ്റപ്പ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള യൂസർ മാനുവൽസ്. അല്ലെങ്കിൽ ഹൗ ടു ഗൈഡ് ഫോർ യൂസിങ് ലാപ്ടോപ്സ്, അല്ലേ, നമ്മൾ പുതിയ ലാപ്ടോപ്പൊക്കെ മേടിക്കുമ്പം അതിനകത്ത് എന്തുണ്ടാവും, മാനുവൽസ് ഉണ്ടാവും, എങ്ങനെയാണ് ഇതിൻ്റെ പിന്നെ ഓപ്പറേഷൻസ് എങ്ങനെയാണ്, അത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന് ഏതൊക്കെ കീസാണ്, അല്ലെങ്കിൽ ഏത് ബട്ടണാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ദെൻ ഹൗ ടു എ സെറ്റപ്പ് ആൻഡ് ഇൻസ്റ്റാളേഷൻ ഗൈഡ്. പിന്നെ ചില കാര്യങ്ങൾ, ചില മെഷീൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ചില സോഫ്റ്റ്വെയർസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് എന്ത് വേണം, എങ്ങനെയാണത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഗൈഡും ഉണ്ടാവും. അപ്പം അത്തരം കാര്യങ്ങളിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, എൻഡ് യൂസർ ഡോക്യുമെൻറ്റ്സിൻ്റെ അണ്ടറിൽ വരുന്ന ടെക്നിക്കൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ ട്രഡീഷണൽ ടെക്നിക്കൽ റൈറ്റിംഗ്. Traditional technical writing is written by an audience with specific expertise for their peers. Dive into a few examples of traditional technical writing. Traditional technical writing എന്ന് പറയുന്നതിനകത്ത് ഇത് ഒരു എന്താ പറയുക, സ്പെസിഫിക് എക്സ്പേർട്ടൈസ് ചെയ്തിട്ടുള്ള ഓഡിയൻസിൻ്റെ അടുത്ത് നിന്നാണ് ഉണ്ടാവുക. മീൻസ് ചില ഏരിയകളിൽ അത് എല്ലാവർക്കും ഒന്നും എന്ത് ചെയ്യേണ്ടി വരണ്ടാത്ത അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയ ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് അതിന് എക്സാമ്പിളാണ് പറയുന്നത് ആൻ അനാലിസിസ് ഓഫ് എ ലീഗൽ കേസ് ഫോർ ദെയർ അതർ ലോയേഴ്സ്. അങ്ങനെയുള്ള, ഇപ്പം അത് എന്ന് പറയുന്നത് ഒരു കോമൺ മാൻ അല്ലല്ലോ അതിനകത്ത് വരിക, ഒരു എക്സ്പേർട്ടൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആളുകളായിരിക്കുമല്ലോ. അതായത് എന്താണ്, ഒരു ലീഗൽ കേസിനെ മറ്റ് ലോയേഴ്സിന് വേണ്ടി അനലൈസ് ചെയ്ത് കൊടുക്കുന്ന സംഭവം. എ സമ്മറി ഓഫ് എ സീരീസ് ഓഫ് മെഡിക്കൽ എക്സ്പെരിമെൻറ്റ്സ് ടു ബി പബ്ലിഷ്ഡ് ഇൻ എ ജേർണൽ ഓഫ് മെഡിസിൻ. ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു മെഡിസിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ജേർണലിൽ പബ്ലിഷ് ചെയ്ത് വരുന്ന ഒരു മെഡിക്കൽ എക്സ്പെരിമെൻറ്റിൻ്റെ സമ്മറി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സീരീസ് ഓഫ് റൈറ്റിങ്സ് വരിക. അപ്പോൾ അതും ആർക്കാണ്, ഈ മെഡിക്കൽ ജേർണൽ എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ഓർ എക്സ്പേർട്ടൈസ് ഓഡിയൻസിനാണ് ഇത് പോവുക. കാരണം ആര് മാത്രമാണ് ആ മെഡിക്കൽ ജേർണൽ അല്ലെങ്കിൽ മെഡിസിൻ ജേർണൽ യൂസ് ചെയ്യുന്നത്, മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകൾ മാത്രമായിരിക്കും. ഓക്കെ. ആൻ ഇൻഡസ്ട്രി ആർട്ടിക്കിൾ ഫോർ എ ട്രേഡ് പബ്ലിക്കേഷൻ. ആൻ ഇൻഡസ്ട്രി ആർട്ടിക്കിൾ ഫോർ എ ട്രേഡ് പബ്ലിക്കേഷൻ. ഇപ്പോൾ ട്രേഡ് പബ്ലിക്കേഷൻ എന്ന് പറയുമ്പം ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് ഇൻഡസ്ട്രി ആണോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ അതിനകത്തുള്ള ഒരു ഇൻഡസ്ട്രി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അത്. ദെൻ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഫോർ എ കമ്പനി ഫോർ പേരോൾ ഓർ പെയ്ഡ് വെക്കേഷൻ. നമ്മൾ SOPs എന്ന് പറയില്ലേ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്, അത് ഓരോ കമ്പനിക്കിനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാലഞ്ച് വരുമ്പോഴേക്കും നമ്മൾ SOP പ്രൊവൈഡ് ചെയ്യും, അതായത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വയ്ക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതിനൊക്കെയാണ് നമ്മൾ ട്രഡീഷണൽ ടെക്നിക്കൽ റൈറ്റിംഗ് എന്ന് പറയുക. അപ്പോൾ ഇത് നമ്മൾ പണ്ട് മുതലേ യൂസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നൊരു കാര്യമാണ്. ഓക്കെ. ദെൻ ടെക്നിക്കൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ്. Sometimes a technical writer needs to contribute to the marketing materials for a product. In that situation, the writer needs to communicate their expertise in a more user-friendly language to help the prospective buyer understand and take an interest in the product.
ടെക്നിക്കൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് മെറ്റീരിയൽസിനെ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടെക്നിക്കൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. അതായത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളുടെ ഒരു ബയറിനെ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് ഒരു സാധനം മേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു മാർക്കറ്റിംഗ് രീതിയിലേക്ക് മാറ്റുന്നത്. അതായത് ഒരാളിനെ കൂടുതൽ രീതിയിൽ, ഇപ്പോൾ ഏത് കൈൻഡ് ഓഫ് ഓഡിയൻസ് ആണെങ്കിലും, അല്ലെങ്കിൽ ഏത് കൈൻഡ് ഓഫ് ബയർ ആണെങ്കിലും, ഇപ്പോൾ ഒരു കോമൺ മാൻ ആണെങ്കിലും, ഇനി അതല്ല ഒരു ലൈറ്റ് ആണെങ്കിലും, മീൻസ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിലും, നമ്മളുടെ അതേ ഫീൽഡിലുള്ള ആളാണെങ്കിലും ഒക്കെ അത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതി, അയാൾക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്നത് അത്തരത്തിലുള്ള ലാംഗ്വേജിൽ, സിമ്പിൾ ലാംഗ്വേജിലാക്കിയിട്ട് അയാൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ തരത്തിലുള്ള ഒരു റൈറ്റിങ്ങിനെയാണ് നമ്മൾ ടെക്നിക്കൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ആ ഒരാളെ കൊണ്ടത് വാങ്ങിപ്പിക്കുക എന്നുള്ളതാണല്ലോ അല്ലേ. അവരിലൊരു ഡിസയർ ഉണ്ടാക്കണം, ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അത് മേടിക്കണമെന്ന്. അതിന് വേണ്ടിയിട്ട് അവർക്ക് യൂസ്ഫുൾ ആവുന്ന, അവർക്ക് അത്രയും അണ്ടർസ്റ്റാൻഡ് ആവുന്ന ലാംഗ്വേജിൽ വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ കുറച്ച് എക്സാമ്പിൾസ് ആണ് ടെക്നിക്കൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ്റെ. A sales pitch to a new potential client about a new type of computer hardware or software, and informative articles for the web to show businesses that using particular IT consulting service can save them money. ആക്ച്വലി ഇതൊരു അഡ്വർടൈസ്മെൻറ്റ് ടൈപ്പായിട്ട് നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോമിലേക്ക് വരുന്ന സംഭവമാണ്. എന്താണ് ഇതിനകത്ത് പറയുന്നത്, ഇപ്പം ഒരു വെബ്സൈറ്റിൽ കൊടുത്തേക്കുന്ന ഇൻഫോർമേറ്റീവ് ആർട്ടിക്കിൾസാണ്. എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്, ഏതെങ്കിലും ബിസിനസ്സസ് നമ്മൾ എന്താണ് ഒരു പെർട്ടിക്കുലർ IT കൺസൾട്ടിങ് സർവീസിനെ കണ്ടാൽ, അതായത് ഏതെങ്കിലും ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടാവും, അവരെ പോയി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ കൂടുതൽ മണി സേവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒരു ആർട്ടിക്കിൾ കൊടുക്കുന്നത്. അതേപോലെ അൻ ഇൻഡെപ്ത് കേസ് സ്റ്റഡി ഓൺ ഹൗ ദ പ്രോഡക്റ്റ് ബെനിഫിറ്റഡ് എ സ്പെസിഫിക് കമ്പനി. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഇൻഡെപ്ത് കേസ് സ്റ്റഡി വെച്ചിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ചെയിൻ ഇമെയിൽ ടു പ്രൊമോട്ട് എ ന്യൂ സെൽ ഫോൺ കമ്മിങ് ടു ദി മാർക്കറ്റ്. ഇങ്ങനെ ഇമെയിൽസ് കിട്ടില്ലേ, ഒരുപാട് ആളുകളിലേക്ക് കൊടുക്കുന്ന ഇമെയിൽസ്, എന്താണ് ഒരു പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊമോഷൻ മെയിൽസ് കൊടുക്കുക. അതൊക്കെയാണ് ഈ ടെക്നിക്കൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ്റെ അണ്ടറിൽ വരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ കോമൺലി ഇനി കുറച്ച് ടെക്നിക്കൽ റൈറ്റിങ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് ഓഫ് ടെക്നിക്കൽ റൈറ്റിംഗ്. ടെക്നിക്കൽ റൈറ്റിംഗ് ഈസ് യൂസ്ഡ് ഇൻ വേരിയസ് ഫീൽഡ്സ് സച്ച് ആസ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ, കെമിസ്ട്രി ആൻഡ് ബയോടെക്നോളജി. You can also find everyday examples of technical writing in owner's manual, employee handbook and web articles. നമുക്ക് എന്താണ് വെബ് ആർട്ടിക്കിൾസ്, അതേപോലെ തന്നെ ഓണേഴ്സ് മാനുവൽ, എംപ്ലോയി ഹാൻഡ് ബുക്സ്, അതൊക്കെ എന്താണ് ടെക്നിക്കൽ റൈറ്റിങ്ങിൻ്റെ എക്സാമ്പിൾസ് ആണ്. ദെൻ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, എല്ലാ ഫീൽഡ്സിലും ഇത് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, എഞ്ചിനീയറിംഗ് ഫീൽഡ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഫീൽഡ്സ്, കെമിസ്ട്രി ആൻഡ് ബയോടെക്നോളജി, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ യൂസർ മാനുവൽസ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ടെക്നിക്കൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ട്രെയിനിങ് മാനുവൽസ് ഡിസൈൻ ടു ഇൻഫോം ന്യൂ എംപ്ലോയീസ് അബൌട്ട് ദെയർ റോൾ. എന്താണ് ട്രെയിനിങ് മാനുവൽസ് ആണ്. അതെന്താണ്, ഒരു കമ്പനിയിൽ പുതിയ എംപ്ലോയീസ് വരുമ്പം അവരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതാണ്, അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസ് ഇതാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിങ് മാനുവൽസ്. ദെൻ ഓപ്പറേഷൻസ് ഗൈഡ് ഫോർ പെർട്ടിക്കുലർ ടൂൾസ് ആൻഡ് പ്രോഡക്ട്സ്. പിന്നെന്താണ്, ചില ടൂൾസിനും പ്രോഡക്ട്സിനും അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഗൈഡ് ചെയ്യുന്നത്. ദെൻ പ്രൊമോഷണൽ ബ്രോഷേഴ്സ് എൻകറേജിങ് എംപ്ലോയീസ് ആൻഡ് കസ്റ്റമേഴ്സ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് കമ്പനീസ് ഓഫേഴ്സ്. പിന്നെന്താണ് പ്രൊമോഷണൽ ബ്രോഷേഴ്സ്, അതെന്തിനു വേണ്ടിയിട്ടാണ്, എംപ്ലോയീസിനെയും കസ്റ്റമേഴ്സിനെയും കമ്പനിയുടെ ഓഫേഴ്സിനെ കുറിച്ചിട്ട് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഇന്ന സമയം ഇത് പർച്ചേസ് ചെയ്താൽ ഇങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഇത്രയും നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രൊമോഷണൽ ബ്രോഷേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ചില ഓഫേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ പ്രൊമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ബ്രൗഷർ ഉണ്ടാവും. അപ്പോൾ ബ്രൗഷറിനകത്ത് ഇപ്പം ഇത്ര ഡേറ്റിൻ്റെ ഉള്ളിൽ ഇത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ ഇത്ര രൂപ റിഡക്ഷൻ ഉണ്ടാവും എന്നൊക്കെ പറയും. ഇനി അതല്ലെങ്കിൽ ഇന്ന സാധനം മേടിച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ഒരു ഗ്രൈൻഡർ
ഇതിൻ്റെ കൂടെ കിട്ടുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പ്രൊമോഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബ്രൗഷേഴ്സ്. ദെൻ ഓൺലൈൻ ആർട്ടിക്കിൾസ് ദാറ്റ് മേ ബി ഇൻഫോർമേറ്റീവ് ഓർ പെർസ്യൂസീവ് ബട്ട് റിക്വയർഡ് എ ഡിഗ്രി ഓഫ് ടെക്നിക്കൽ എക്സ്പെർട്ടൈസ്. പിന്നീടുള്ളത് ഓൺലൈൻ ആർട്ടിക്കിൾസ് ആണ്. അതെന്താണ്? ഇറ്റ് മേ ബി ഇൻഫോർമേറ്റീവ് ഓർ പെർസ്യൂസീവ്, പക്ഷെ അതിനകത്ത് ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആവണം എന്നേ ഉള്ളൂ. അതെന്താണ്? ഇൻഫോർമേറ്റീവ് ആയിരിക്കണം, അതേപോലെ തന്നെ പെർസ്യൂസീവ് ആയിരിക്കണം. ദെൻ ട്രെയിനിങ് മാനുവൽസ് നമ്മൾ നേരത്തെ പറഞ്ഞുള്ളത് എന്താണെന്നുള്ളതാണ്. എ ടെക്നിക്കൽ റൈറ്റർ മേ ബി അസൈൻഡ് ടു കമ്പൈൽ information for a company or job training manual. In the manual, the writer may be required to outline several areas like general information such as an employer's locations and operating hours, company policies such as paid leave and timekeeping policies, standard operating procedures such as the formatting and editing of a request for proposal, and duties required to be fulfilled by a given position which will be unique to the position in question. ഇതിനകത്ത് പറയുന്ന ട്രെയിനിങ് മാനുവൽസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എംപ്ലോയീസിന് വേണ്ടിയിട്ട് പുതിയ എംപ്ലോയീസ് വരുമ്പോൾ അവർക്കുള്ള അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊടുക്കുക. അതിനകത്ത് എന്താണ്? ഒരു കമ്പനീനെ കുറിച്ചുള്ള ജനറൽ ഇൻഫർമേഷൻ ഉണ്ടാവും, അതേപോലെ തന്നെ അവരുടെ ഓപ്പറേറ്റിംഗ് അവേഴ്സ് എപ്പോഴാണ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉണ്ടാവും. ദെൻ കമ്പനിയുടെ പോളിസീസ് ഉണ്ടാവും, അതേപോലെ തന്നെ അവരുടെ ലീവ്സ്, ടൈം കീപ്പിംഗ്, അങ്ങനെയുള്ള ഇപ്പോൾ പഞ്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ 9:30 പഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ അത് മെൻഷൻ ചെയ്യുക. ഇപ്പോൾ 9:30 എന്നുള്ളൊരു 1 hour ലേറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ലോസ് ഓഫ് പേ ഉണ്ടാവാം. അത്തരം കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക. അതൊക്കെയാണ് ഈ ഒരു ട്രെയിനിങ് മാനുവൽസിൽ ഉണ്ടാവുക. ഓക്കെ. ട്രെയിനിങ് മാനുവൽസ് ആൻഡ് അതർ കമ്പനി ഡോക്യുമെൻറ്റ്സ് ക്യാൻ യൂഷ്വലി ബി കാറ്റഗറൈസ്ഡ് ആസ് എൻഡ് യൂസർ ഡോക്യുമെൻറ്റേഷൻ. ഈ ട്രെയിനിങ് മാനുവൽസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു എൻഡ് യൂസർ ഡോക്യുമെൻറ്റേഷൻ അണ്ടറിലേക്ക് നമുക്ക് വരാവുന്ന കാര്യങ്ങളാണ്. Then online articles that may be informative or persuasive but require a degree of technical expertise. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഓൺലൈൻ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ദെൻ പ്രസ് റിലീസ് ടു ഷെയർ ഫോർമൽ ന്യൂസ് ഫ്രം എ കമ്പനി. പ്രസ് റിലീസ് എന്ന് പറയുന്നത് എന്തിനാണ്? അത് ഒരു കമ്പനിയുടെ ന്യൂസിനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. പ്രസ് റിലീസ് ടു ഷെയർ ഫോർമൽ ന്യൂസ് ഫ്രം എ കമ്പനി. അതായത് ഫോർമൽ ന്യൂസ് ഉണ്ടാവില്ലേ ഒരു കമ്പനിയിൽ, അവരെന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ പറയാൻ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ന്യൂസ്, ഇപ്പോൾ ഇന്ന് അവരെന്തെങ്കിലും ഒരു കാര്യം ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്, അതല്ലെങ്കിൽ അവർ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് തയ്യാറാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെന്ത് ചെയ്യും? അവർ തന്നെ ഒരു റിട്ടേൺ ഫോമാറ്റിൽ പ്രസ്സിന് കൈമാറുന്ന സാധനത്തിനാണ് നമ്മൾ പ്രസ് റിലീസ് എന്ന് പറയുക. അവരുടെ ഫോർമൽ ന്യൂസിനെ ആ കമ്പനി തന്നെ അറിയിക്കുന്ന ഒരു ഫോമാറ്റാണ്. Then operation guides. When a writer is asked to write an operation guide, the assignee expects them to have a working knowledge of the topic area. It's important to keep in mind that the people who will be using the guide will likely be beginners. Therefore, they need detailed and concise instructions. Operations guide could include specific guidelines, including assembly instruction for putting a given product together, installation guides for integrating a product into compatible systems, owner's manual covering multiple topics for a product's new owner, computer software guides addressing issues both specific to the program and relevant to its interaction with other systems. ഓപ്പറേഷൻ ഗൈഡ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി പറയുന്നത് എന്താണ്? എങ്ങനെയാണ് ഈ ഒരു കാര്യം ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഗൈഡാണ്. ദെൻ ആ ഒരു ടോപ്പിക് ഏരിയ എന്താണോ അതിൽ വൈഡായിട്ടുള്ള അല്ലെങ്കിൽ നോളജ് ഉണ്ടായിരിക്കണം അത് എഴുതുന്ന ആളുകൾക്ക്. ദെൻ ഈ ഗൈഡ്സ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണെങ്കിലും ബിഗിനേഴ്സാണ് മിക്കവാറും എന്ത് ചെയ്യുക? ഈ നമ്മുടെ ഗൈഡ്സ് യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്ത് ചെയ്യണം? ഡീറ്റെയിൽഡ് ആൻഡ് കൺസൈൻസ് ഇൻസ്ട്രക്ഷൻസ് ഈസ് ഇമ്പോർട്ടൻ്റ് എന്നാണ്. ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. കാരണം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് നമ്മൾ നോർമലി
ഗൈഡ്സൊക്കെ നോക്കുക. അപ്പോൾ അവർക്കത് ഡീറ്റെയിൽഡ് ആയിരിക്കണം, എങ്ങനെയാണ് എന്താണെന്നുള്ളതിനെ കുറിച്ച്. അതേസമയം അത് കൺസൈസ് ആയിരിക്കണം. കാരണം എന്താണ്, റീഡബിലിറ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കൺസൈസ് ആയിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. Then operations guides typically fall under the traditional technical writing category, but they could also be considered end user documentation in some cases. ഈ ഒരു ഓപ്പറേഷൻ ഗൈഡ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ട്രഡീഷണൽ ടെക്നിക്കൽ റൈറ്റിങ്ങിൻ്റെ കാറ്റഗറി തന്നെയാണ്. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, എൻഡ് യൂസർ ഡോക്യുമെൻറ്റേഷൻ്റെ കാറ്റഗറിയിലും പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. Then promotional brochures. A technical writer who writes promotional brochures and other technical marketing pieces is required to inform a potential customer of the offer being made and entice them to want to buy it through the use of key phrases. This may involve marketing emails, sales letters, and product leaflets, among other types of promotional materials. പ്രൊമോഷണൽ ബ്രോഷേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പ്രൊഡക്റ്റിനെ, ഒരു സർവീസിനെ, ഒരു ഐഡിയനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള ബ്രൗഷറിനെയാണ് എന്തെന്ന് പറയുക, പ്രൊമോഷണൽ ബ്രൗഷേഴ്സ് എന്ന് പറയുക. അതിൻ്റെ എക്സാമ്പിൾസാണ് ഇമെയിൽസ്, മാർക്കറ്റിംഗ് ഇമെയിൽസ്, അല്ലെങ്കിൽ സെയിൽസ് ലെറ്റേഴ്സ്, പ്രൊഡക്റ്റ് ലീഫ്ലെറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. Then ഓൺലൈൻ ആർട്ടിക്കിൾസ് ആണ്. ഓൺലൈൻ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ അനദർ ടൈപ്പ് ഓഫ് ടെക്നിക്കൽ റൈറ്റിംഗ് ഈസ് ഫൗണ്ട് ഇൻ ഓൺലൈൻ ആർട്ടിക്കിൾസ്. There is a wealth of information available on the internet. Millions of people browse search engines, read through articles they find for instructions and guides and understand different things. Technical writing in this case could vary from articles on how to assemble a script to articles with detailed medical advice or historical information. This area of technical writing can fall into any of the three categories of technical writing. ഇത് ഓൺലൈൻ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്താണ്, പല രീതിയിൽ, ഏത് അത് ട്രഡീഷണൽ ആവാം, അല്ലെങ്കിൽ എൻഡ് യൂസർ ഡോക്യുമെൻറ്റേഷൻ ആവാം, അത് ഏത് കൈൻഡിലും നമുക്ക് പെടുത്താൻ പറ്റുന്ന ഒന്നാണ്. അതായത് ഇപ്പം നമ്മുടെ ഈ ഒരു ഇൻ്റർനെറ്റിൻ്റെ വരവോട് കൂടിയിട്ട് ഓൺലൈൻ എന്ന് പറയുന്നതിന്, അല്ലെങ്കിൽ അതിനകത്തുള്ള അതിൽ നിന്ന് കിട്ടുന്ന ഓൺലൈനിൽ ത്രൂ ഉള്ള എഡ്യൂക്കേഷൻ, അത് ത്രൂ ഉള്ള ഏർണിങ്സ്, അത് ത്രൂ ഉള്ള റീഡിങ്, എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കിപ്പോൾ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഓൺലൈൻ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ടെക്നിക്കൽ റൈറ്റിംഗ് ആണ്. ദെൻ പ്രസ് റിലീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കമ്പനിയുടെ ഫോമൽ ന്യൂസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പ്രസ് റിലീസ്. ക്രിയേറ്റഡ് ബൈ എ ടെക്നിക്കൽ റൈറ്റർ, എ പ്രസ് റിലീസ് ഈസ് എ ഫോമൽ ഡോക്യുമെൻറ്റ് ഷെയറിംഗ് ന്യൂസ് അബൌട്ട് എ കമ്പനീസ് കൺസ്യൂമേഴ്സ്. Press release are short, but they should still compel the reader to want to know more. For example, പ്രസ് റിലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ ഒരു കമ്പനിയുടെ എന്തെങ്കിലും തരത്തിലുള്ള ന്യൂസിനെ പറ്റിയുമൊക്കെ നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് പ്രൊവൈഡ് ചെയ്യുന്നതും, അതേപോലെ തന്നെ ത്രൂ മീഡിയ പ്രൊവൈഡ് ചെയ്യുന്നതും ഒക്കെ എന്താണ്, പ്രസ് റിലീസിൻ്റെ അടിസ്ഥാനത്തിലാണ്. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആപ്പിൾ റിലീസ്ഡ് എ പ്രസ് റിലീസ് ഫോർ എ ന്യൂ ഇൻഫർമേഷൻ അബൌട്ട് ദെയർ കമ്പനി ഫ്രം പ്രോഡക്റ്റ് ടു ഓപ്പണിങ് എ ന്യൂ തിയേറ്റർ. അതെന്താണ്, ഒരു പുതിയ കമ്പനി അല്ലെങ്കിൽ അവരുടെ ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോഴൊക്കെ അതൊക്കെ പ്രസ് റിലീസായിട്ട് പറയും. പ്രസ് റിലീസസ് നീഡ് ടു ഇൻക്ലൂഡ് എ ഹെഡ്ലൈൻ ആൻഡ് ഓവർവ്യൂ ഓഫ് ദ ഇൻഫർമേഷൻ അലോങ് വിത്ത് കമ്പനി കോൺടാക്ട് ഇൻഫർമേഷൻ. പ്രസ് റിലീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ്, ഹെഡ്ലൈൻസ്, ഓവർവ്യൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതോടൊപ്പം നമ്മുടെ കമ്പനിയുടെ കോൺടാക്ട് ഇൻഫർമേഷൻ കൂടി പ്രൊവൈഡ് ചെയ്യണം. എ പ്രസ് റിലീസ് ഫോൾസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. പ്രസ് റിലീസ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ്റെ അണ്ടറിൽ വരുന്ന കാറ്റഗറിയാണ്. ഇതാണ് ഒരു പ്രസ് റിലീസിൻ്റെ ഫോമാണ്, ഹെഡ്ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ടൈപ്സിനകത്ത് പഠിക്കാനുള്ളത്. താങ്ക് യു.